പ്രതിരോധിക്കാൻ വഴിയില്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് രജിസ്ട്രേഷൻ വകുപ്പ്. ആധാരം വ്യാജമാണെന്ന് തെളിഞ്ഞാൽ അത് റദ്ദു ചെയ്യാൻ പോലും വകുപ്പിന് അധികാരമില്ല. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി ഏക്കർ കണക്കിന് ഭൂമി വ്യാജ പ്രമാണങ്ങൾ ഉപയോഗിച്ച് ഭൂമാഫിയ തട്ടിയെടുത്തു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് മാത്രം സ്വകാര്യ വ്യക്തികളുടെ 100 ഏക്കറോളം ഭൂമി ഇത്തരത്തിൽ ഭൂമാഫിയയുടെ കൈകളിലെത്തിയിട്ടുണ്ട്. ഉടമസ്ഥനിൽ നിന്നും ഭൂമി വാങ്ങുന്നതായുള്ള വ്യാജ വിലയാധാരം ചമച്ചാണ് ഈ മാഫിയ വൻതോതിൽ ഭൂമി തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഈ ആധാരം ബാങ്കിൽ പണയം വെച്ച് ലക്ഷങ്ങൾ വായ്പയെടുക്കുകയാണ് ഇവരുടെ രീതി. ഭൂമി നഷ്ടപ്പെട്ട നിരവധി പേരുടെ പരാതികൾ റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകൾക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ പ്രശ്നത്തിൽ ഒന്നും ചെയ്യാനാവില്ലെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് പറയുന്നു. ബേസിക് ടാക്സ് രജിസ്റ്റർ എന്ന് പറയുന്നൊരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ഏതൊരു ഭൂ ഉടമയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിവരങ്ങൾ നിർഭാഗ്യവശാൽ സബ് രജിസ്റ്റർ ഓഫീസുകളിൽ ഇല്ല എന്നുള്ളതാണ്. രജിസ്ട്രേഷൻ നിയമത്തിലെ ചട്ടം 67 അനുസരിച്ച് ആധാരങ്ങൾ പരിശോധിച്ച് റദ്ദ് ചെയ്യാൻ വകുപ്പിന് അധികാരമില്ല. പുതിയ നിയമം കൊണ്ടുവരുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും ഇതുവരെ നടന്നില്ല. ഭൂമാഫിയെക്കുറിച്ച് ഇന്റലിജൻസും വിവരങ്ങൾ ശേഖരിക്കുകയാണ്. വ്യാജരേഖ ചമയ്ക്കലും ആൾമാറാട്ടവും പോലീസാണ് അന്വേഷിക്കേണ്ടതെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് പറയുന്നു. ക്രിമിനൽ കുറ്റങ്ങൾ പരാതി രൂപത്തിലെത്തിയാലേ അന്വേഷിക്കാനാകൂ എന്ന് പോലീസും. എസ് ലല്ലു, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.